നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച പ്രധാന പ്രതി സിൻജോ ജോൺസൺ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് എന്ന് പോലീസ്. കൈവിരലുകൾ കൊണ്ട് സിൻജോ കണ്ടനാളം അമർത്തിയതോടെ സിദ്ധാർത്ഥന് ദാഹജലം പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയായി. പ്രതിപട്ടികയിലേക്ക് മറ്റു ചിലർ ഉൾപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. സിദ്ധാർത്ഥൻ അനുഭവിച്ചത് കൊടും ക്രൂരതയെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിന് നൽകുന്ന മൊഴി. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ പ്രധാന പ്രതി സിൻജോ ജോൺസൺ അഭ്യാസ മികവ് മുഴുവൻ സിദ്ധാർത്ഥനുമേൽ പ്രയോഗിച്ചു. ഒറ്റച്ചവിട്ടിന് താഴെയിട്ടു. ദേഹത്ത് തള്ളവിരൽ പ്രയോഗം. മർമ്മം നന്നായി അറിയാവുന്ന സിൻജോയുടെ കണ്ണില്ലാ ക്രൂരത. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സിദ്ധാർത്ഥൻ ഭക്ഷണവും വെള്ളവും കഴിക്കാത്ത അവശനായിരുന്നു. സിൻജോ കൈവിരലുകൾ ഉപയോഗിച്ച് കണ്ടനാളം അമർത്തിയിരുന്നു. ഇതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. വെള്ളം പോലും ഇറക്കാനായില്ലെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയെന്നാണ് വിവരം. ആൾക്കൂട്ട വിചാരണ പ്ലാൻ ചെയ്തതും സിൻജോ. ഇത് തിരിച്ചറിഞ്ഞാണ് സിൻജോയെ പോലീസ് മുഖ്യപ്രതിയാക്കിയതും. ബെൽറ്റ് കൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചത് കാശിനാഥൻ. എല്ലാവരുടെയും പ്രീതി പിടിച്ചുപറ്റിയ വിദ്യാർത്ഥിയോടുള്ള അസൂയ കൂടിയായിരുന്നു തല്ലിത്തീർത്തത്. 18 പ്രതികൾക്കൊപ്പം വെറ്റിനറി കോളേജ് പുറത്താക്കിയ ഒരാൾ ആഷിമാണ്. മർദ്ദനം നടന്നിടത്തെല്ലാം ആഷിമിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ മറ്റു പ്രതികൾക്കെതിരെ കിട്ടിയതുപോലെയുള്ള മൊഴി ആഷിമിനെതിരെ കിട്ടിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ആഷിമില്ലെങ്കിലും മറ്റു ചിലർ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്.